അപ്പൊ ഞാൻ ഇന്ന് പറയുന്നു, ഞാൻ എം പി ആയി കഴിഞ്ഞ് മന്ത്രിയായ ഇവിടെ എയിംസ് കൊണ്ടുവരാൻ ഞാൻ 100% എഫോർട്ട് ഇടും. അല്ലെങ്കിൽ പിന്നെ അല്ല, അപ്പൊ അത് എം പിയോട് ചോദിക്കും. എം പി അല്ല ഇപ്പൊ ഒരു വലിയ പറഞ്ഞു ഞാൻ ഹൈവേ ചെയ്തു, ഞാൻ മറ്റേത് ചെയ്തു. ഞാനല്ലല്ലോ എം പി. 15 കൊല്ലാക്കി ഇവിടെ ഒരു എം പി ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ അവിടെ നിന്ന് ചോദിക്കാത്തത് എനിക്ക് എന്റെ റെസ്പോൺസിബിലിറ്റി ആണത്. ഞാൻ എം പി ആത്തൊരു സ്ഥലത്ത് ഞാനാണ് എയിംസ് കൊണ്ടുവരുന്നത്. എന്നാൽ ഇവിടുന്ന് എം പി ഇല്ലല്ലോ. BJP മലയാളി എം പി ഉണ്ട്. ബട്ട് മുരളീധരൻജി മഹാരാഷ്ട്രയിലാണ്, ഞാൻ കർണാടകയിലാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് ഇലക്ടഡ് എം പിനോടല്ലേ? എന്താ എയിംസ് വരാത്തത്? അപ്പൊ ആവശ്യമുണ്ടെന്ന് ഞാൻ റെക്കഗ്നൈസ് ചെയ്യുന്നു. അല്ല, കേരളത്തിൽ ഞാനിപ്പോ എല്ലാം പറഞ്ഞത്, ഞാൻ തിരുവനന്തപുരത്തിന് വേണ്ടി ഒരു മെൻഷൻ ചെയ്തിട്ടില്ല. ഞാൻ കേരളയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് തിരുവനന്തപുരം കേരള നാടിന്റെ തലസ്ഥാനമാണ്. തിരുവനന്തപുരത്തിൽ വികസനം വന്ന, ഇൻവെസ്റ്റ്മെന്റ് വന്ന കേരള നാടിന്റെ ഭയങ്കര ബെനിഫിറ്റ് ഉണ്ടാവും, നല്ല ബെനിഫിറ്റ് ഉണ്ടാവും. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കുന്നതാണ്. അതാണ് ശരിക്കും ഇതിന്റെ ആൻസർ. ഞാൻ പറഞ്ഞ അത് പിന്നെ രാഷ്ട്രീയമാണ് കരുതും. ഫോർ എക്സാമ്പിൾ, എന്റെ മിനിസ്ട്രി ജൽശക്തി, സേഫ് ഡ്രിങ്കിംഗ് വാട്ടർ, കാശ് റെഡിയാണ്, ബഡ്ജറ്റിന് അനൗൺസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ട് അതിന്റെ മാച്ചിങ് ഫണ്ട് സ്റ്റേറ്റിന് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ സ്റ്റേറ്റ് മുമ്പോട്ട് കൊണ്ടുപോകാൻ അവർക്ക് പറ്റുന്നില്ല. സംസ്ഥാന സർക്കാരിന്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഇവിടുത്തെ ഡെവലപ്മെന്റിന്റെ മേലെ അത് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് ക്ലിയർ ആണ്. ഗവൺമെന്റ് ഡേറ്റ, ഇതെല്ലാം പബ്ലിഷ്ഡ് ഒഫീഷ്യൽ ഡേറ്റ. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്ലാനിംഗ് പബ്ലിഷ് ഡേറ്റ. അല്ല, ഞാൻ എന്ത് കേസിൽ എടുത്ത ഡേറ്റ അല്ല. അതാണ് ക്വസ്റ്റ്യൻ. അല്ല, നോക്കൂ, ഇത് ഞാൻ സാധനം കാണിക്കുന്നു. ഇത് LDFന്റെ ഗവൺമെന്റിന് സുപ്രീം കോർട്ടിന്റെ സബ്മിഷൻ. We have no possibility accepting IT and tourism. ഇത് അവധി പറഞ്ഞു. അതിന്റെ മീനിങ് എന്താ? ഈ നാട്ടിൽ വേറെ ഒന്നും നടക്കില്ല എന്നാ പറഞ്ഞു. അഗ്രികൾച്ചറിൽ ഇക്കോണമി ഉണ്ടാവില്ല എന്നാ പറഞ്ഞു. ബ്ലൂ ഇക്കോണമി ഉണ്ടാവില്ല എന്നാ പറഞ്ഞു. മാനുഫാക്ചറിംഗ് ഉണ്ടാവില്ല എന്നാ പറഞ്ഞു. ഇത് അവരുടെയാണ്. ഇത് സുപ്രീം കോർട്ടില് പിണറായി വിജയന്റെ ലോയർ കപിൽ സിബൽ സബ്മിറ്റ് ചെയ്തതാണ്. യെസ്റ്റർഡേ, ഇന്നലെ ഞാൻ വായിച്ചുതരാം. അല്ല, ഞാൻ വായിക്കാം. We have no possibility of manufacturing. Only source of income is tourism and IT. Agriculture മറന്നുപോയി, ബ്ലൂ ഇക്കോണമി, ഫിഷിംഗ് മറന്നുപോയി. ഇതെല്ലാം ഓരോരോ കൺട്രി ഉണ്ട്. അവര് ബ്ലൂ ഇക്കോണമിയിൽ നന്നായി മുമ്പോട്ട് പോകുന്ന കൺട്രീസ് ഉണ്ട്. ആരാ പറഞ്ഞത് മാനുഫാക്ചറിംഗ് പറ്റില്ല, ഇവിടെ നടക്കില്ല? ഇവിടെ ഉണ്ടായിരുന്നല്ലോ മാനുഫാക്ചറിംഗ്, ഇലക്ട്രോണിക്സ് എല്ലാം എത്രയോ കൊല്ലമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, SFI, DYFI അവര് കാരണം ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് വരുന്നില്ല. അത് വേറെ അവരുടെ അഡ്മിഷനാണിത്. ഇത് അവരാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇക്കണോമിക് മാനേജ്മെന്റ് അറിയില്ല, ഇവിടെ ഗ്രോത്ത് ഉണ്ടാവില്ല. 7 കൊല്ലമായിട്ട് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഇസ് ഡിക്ലൈനിങ് ഇൻ കേരള. 7 കൊല്ലമായിട്ട് അഗ്രികൾച്ചറൽ ഗ്രോത്ത് ഡിക്ലൈൻ ചെയ്യുന്ന സ്റ്റേറ്റാണ്. ഇതാണ് റിയാലിറ്റി. ഇതാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ആന്റി BJP ഫ്രണ്ട് അല്ല ഡിസ്കസ് ചെയ്യേണ്ടത് ഇലക്ഷൻ ടൈമിൽ.